ഹലോ, വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ്. ഇന്ന് ഞാൻ വളരെ ഒഫീഷ്യലായിട്ടൊക്കെ വെൽക്കം പറയുന്നുണ്ടല്ലേ, ചുമ്മാ ഇരിക്കട്ടെന്ന്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്തത്. ഇത് നമ്മുടെ ഐബ്രോ ട്രിമ്മർ, ഐബ്രോക്ക് ഷേപ്പ് ചെയ്യുന്ന ട്രിമ്മർ, പിന്നെന്താ ഹെയർ റിമൂവർ ഇല്ലേ, ഫേഷ്യൽ ഹെയർ റിമൂവർ. അപ്പോൾ ഇത് അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നിത് ഉപയോഗിച്ച് നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. ഇതിൻ്റെ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രിമ്മർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് കേടുവന്നു. ഇതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു പരിചയം എനിക്കുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ. പക്ഷേ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്തില്ല എൻ്റെ അത്. വളരെ പെട്ടെന്ന് തന്നെ കേട് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഇത് കറണ്ടിൽ ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് പുരികം ത്രെഡ് ചെയ്ത് സുന്ദരിയായാലോ? അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ അന്ന് വാങ്ങിയതിൻ്റെ നോബ് ഇങ്ങനെയല്ല കേട്ടോ, ഒരു പെന്നിൻ്റെ നോബ് പോലെയാണ്. ഇതിങ്ങനെ ഒരു വട്ടത്തിലാണ്. ഇതെങ്ങനെ ആവുമെന്ന് നോക്കാം നമുക്ക്. അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി വന്നു. സുന്ദരിയായില്ലേ ഞാൻ? അപ്പോൾ നമ്മുടെ ഡ്രിമ്മർ, ഐബ്രോ ഒക്കെ ഡ്രിം ചെയ്യുന്ന ആ ഡ്രിമ്മർ ഉപയോഗിച്ചിട്ട് ഇതാ എൻ്റെ മുഖം ഞാനൊന്ന് കളിച്ച് മറിച്ചിട്ടുണ്ട് ഗായ്സ്. പക്ഷേ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഡ്രിമ്മറായിരുന്നു എനിക്ക് കുറച്ചുകൂടെ നന്നായി തോന്നിയത്. കാരണം അതിൻ്റെ നോബ് പുരുകം ത്രെഡ് ചെയ്യാൻ, പുരുകത്തിൻ്റെ ആ ഷേപ്പ് വരുത്താനൊക്കെ അതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഇതിൻ്റെ ഷേപ്പൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. അല്ല, ചൈനക്കാരുടെ പുരുകം പോലെ ആയിപ്പോയില്ലേ. അതൊരു പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. ഇതിൻ്റെ നോബ് അത് വട്ടത്തിലുള്ളതാണ്. അത് നമ്മൾ ഈ കൗളിൽ, നെറ്റിയിൽ ഒക്കെയുള്ള ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നോബ്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് 2 നോബും അതിൻ്റെ കൂടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ കണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അത് മാറ്റി ഇടാം. പുരുകം ത്രെഡ് ചെയ്യാൻ അതിൻ്റെ ആ നോബ് ഇടാം, കവളത്ത് നെറ്റിയിലൊക്കെ ഹെയർ റിമൂവ് ചെയ്യാൻ അതിൻ്റെ വട്ടത്തിലുള്ള നോബ് അതിടാം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിട്ടിയത്. പക്ഷെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ആ വട്ടത്തിലുള്ള നോബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ അത് റിട്ടേൺ ചെയ്തിട്ട് പുതിയതൊന്ന് ഓർഡർ ചെയ്യാനൊക്കെ മടിയായതുകൊണ്ട് ഞാനത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തതാട്ടോ. തൽക്കാലം ശാന്തിയായില്ലേ, മുഖത്തെ കാടൊക്കെ കുറേ പോയില്ലേ. എനിക്ക് ഞാൻ നല്ലപോലെ ഹെയർ ചെയ്യാണ്. എനിക്ക് നല്ലപോലെ പുരുകവും ഒക്കെ ഇങ്ങനെ വരും. അപ്പോൾ അത് ഇടയ്ക്ക് വല്ലപ്പോഴും ഞാൻ പാർലറിൽ പോകാറുള്ളൂ. അപ്പോൾ ശരി, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഇടണം കേട്ടോ. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ഇനിയും കാണാം. അതുവരേക്കും ടാറ്റാ.